Hello, welcome to Module 3 Marathon MCQs 2. നമ്മളെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തൊരു 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ, in a non-inverting amplifier using an op-amp, the voltage gain is given by ഒരു non-inverting amplifier, ഒരു op-ampന്റെ ഒരു non-inverting amplifierൽ വോൾട്ടേജ് ഗെയിൻ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ബൈ മൈനസ് ആർ എഫ് ബൈ ആർ വൺ ആണോ, ആർ എഫ് ബൈ ആർ വൺ ആണോ, വൺ പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണോ, വൺ ബൈ ആർ എഫ് പ്ലസ് ആർ വൺ ആണോ? എന്താണ് അതിൽ വരിക? ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വൺ പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണ് അല്ലേ? വോൾട്ടേജ് ഗെയിനിൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് ആർ എഫ് ബൈ ആർ വണ്ണും, അതല്ല ഇൻവെർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആയിരിക്കും മൈനസ് ആർ എഫ് ബൈ ആർ വൺ ആയിരിക്കും. അതാണ് അതിന്റെ ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗിലുള്ള ഓപ്പാമ്പിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഇൻവെർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ആർ എഫ് ബൈ ആർ വണ്ണും, നോൺ ഇൻവെർട്ടിംഗ് ആണെങ്കിൽ വൺ പ്ലസ് ആർ എഫ് ബൈ ആർ വൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ദ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് മൈനസ് 5 ആണ്. ക്ലോസ്ഡ് ലൂപ്പ് തന്നിട്ടുണ്ട്, അതിന്റെ ഗെയിൻ തന്നിട്ടുണ്ട് മൈനസ് 5 ആണ്. ഇഫ് ദ ഇൻപുട്ട് എന്ന് പറയുന്നത് 0.4 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നത് ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് മൈനസ് ആർ എഫ് ബൈ ആർ വൺ എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് മൈനസ് 5 എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇഫ് ദ ഇൻപുട്ട് എന്ന് പറയുന്നത് 0.4 ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുക. നമുക്കറിയാം ഗെയിൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാ വരാം. അപ്പൊ നമുക്ക് ഗെയിൻ തന്നിട്ടുണ്ട് മൈനസ് 5 എന്ന് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. ഇൻപുട്ട് എന്ന് പറയുന്നത് 0.4 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാ? മൈനസ് 5 ഇൻറ്റു 0.4 ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2 വോൾട്ട് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വരിക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ഈ ടു ഇൻപുട്ട് സമ്മിങ് ആംപ്ലിഫയർ, ഒരു രണ്ട് ഇൻപുട്ട് സമ്മിങ് ആംപ്ലിഫയർ ഉണ്ട്. അതിന്റെ വിച്ച് റിസീവ്സ് 1 volt and 2 volt on its two inputs. അതിൽ രണ്ട് ഇൻപുട്ടിനകത്ത് 1 വോൾട്ടും 2 വോൾട്ടും ആണ് കൊടുത്തിരിക്കുന്നത്. If all resistors are equal and configuration is inverting, നമുക്ക് എല്ലാ റെസിസ്റ്റേഴ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺഫിഗറേഷൻ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് അതിന്റെ ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് അല്ലെ, ആകെ രണ്ടെണ്ണം അല്ലേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ വോൾട്ട് 1 വോൾട്ട് 2 വോൾട്ട് അല്ലെ? അപ്പൊ വി ഔട്ട് എന്ന് പറയുന്നത് മൈനസ് ഓഫ് V1 പ്ലസ് V2 ആണ് വരും. ഓക്കെ, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് അപ്പൊ മൈനസ് V1 വിട്ടുന്നത് 1 ഉം 2 ആണ്. മൈനസ് ഓഫ് 1 പ്ലസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 3 വോൾട്ട് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇൻ ആൻ ഇൻവെർട്ടിംഗ് ഓപ്പ്-ആമ്പ് സർക്യൂട്ട് Rin ഇസ് ഈക്വൽ ടു 2 കിലോ ഓം, ഇൻപുട്ട് റെസിസ്റ്റൻസ് 2 കിലോ ഓം തന്നിട്ടുണ്ട്. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF എന്ന് പറയുന്നത് 10 കിലോ ഓം തന്നിട്ടുണ്ട്. ഇഫ് ദ ഇൻപുട്ട് എന്ന് പറയുന്നത് 0.6 വോൾട്ട് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷനിൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മൈനസ് ആർ എഫ് ബൈ ആർ വൺ ആണ് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ഡിവൈഡ് ബൈ ആർ വൺ ചെയ്യുമ്പോൾ മൈനസ് 5 കിട്ടും ഗെയിൻ. നമുക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട് എന്ത്? 0.6 വോൾട്ട് ആണ് നമ്മുടെ ഇൻപുട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഗെയിൻ എ വി ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എ വി ഇൻറ്റു ഇൻപുട്ട് ചെയ്താൽ മതിയല്ലോ അല്ലെ? എ വി ഇൻറ്റു ഇൻപുട്ട്, എ വി എന്ന് പറയുന്നത് മൈനസ് 5 ആണ്, ഇൻറ്റു ഇൻപുട്ട് എന്ന് പറയുന്നത് 0.6 ആണ്. ഓക്കെ, അപ്പൊ മൈനസ് 3 വോൾട്ട് ആണ് നമ്മൾക്ക് എന്ത് വരിക? ഔട്ട്പുട്ട് വരിക. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡ് a non-inverting op-amp has R1 is equal to 1 kilo ohm, RF is equal to 9 kilo ohm, and input Vin is equal to 0.5 volt. Find the output voltage എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു നോൺ ഇൻവെർട്ടിംഗ് ഓപ്പാമ്പില് R1 RF തന്നിട്ടുണ്ട്, ഇൻപുട്ട് Vin എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ? അപ്പൊ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ നമുക്ക് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A is equal to 1 plus RF by R1 ആണ്, which is equal to 1 plus RF divided by R1 is equal to 10 ആണ് ഗെയിൻ. ഇൻപുട്ട് എന്ത് തന്നിട്ടുണ്ട്? 0.5 വോൾട്ട് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്താണ് നമ്മൾക്ക്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
എ ഇൻറ്റു ബി ന വരും അല്ലെ അല്ല എ എന്ന് പറഞ്ഞ 10 ആണ് ഇൻറ്റു 0.5 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 5 വോൾട്ട് നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ സെയിം ഇക്വേഷൻ തന്നെയാണ്. അത് ഇൻവേർട്ടിങ്ങിലാവുമ്പോഴും നോൺ ഇൻവേർട്ടിങ്ങിലാവുമ്പോഴും തമ്മിലുള്ള ഇക്വേഷന്റെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻ പഠിക്കാണ്ടിരുന്നെങ്കിൽ ബാക്കിയൊന്നും കിട്ടില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഗെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് മനസ്സിലാക്കാനാണ് പ്രത്യേകിച്ചിട്ട് അത് ഇൻവേർട്ടിംഗ് ആണോ നോൺ ഇൻവേർട്ടിംഗ് ആണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുത്തു തരാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഗെയിൻ കണ്ടുപിടിക്കാൻ ശേഷം ഇൻപുട്ടിങ് ഇൻപുട്ട് ഔട്ട്പുട്ടിങ് ഔട്ട്പുട്ട് ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. A voltage follower receives 2.7 volt as input. What is the output? നമുക്ക് voltage followerൽ ഇൻപുട്ട് തന്നിട്ടുണ്ട് 2.7 volt ആണ്. What is that? നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ voltage followerൽ നമ്മൾക്ക് ഇങ്ങനെയായിരിക്കും ഗെയിൻ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആണ്. ആൻഡ് നമുക്ക് വിച്ച് ഫോളോസ് ഔട്ട്പുട്ട് ഫോളോസ് ദ ഇൻപുട്ട് ആണ്. അപ്പോൾ ഇൻപുട്ട് 2.7 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2.7 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കണം. എന്നാലേ അതിന് നമുക്ക് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വരിക 2.7 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ 2.7 വോൾട്ട് ആണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. ഓക്കെ, ഓൾമോസ്റ്റ് 2.7 വോൾട്ട്. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. What is the purpose of a voltage follower circuit using op-amp? ഒരു op-amp യൂസ് ചെയ്തിട്ടുള്ള voltage follower circuitന്റെ purpose എന്താണ്? Amplify voltage, provide voltage gain of 10, match impedance, invert signal. ഒരു voltage follower എന്താ ചെയ്യുക? അത് പൊതുവെ നമ്മൾ പറഞ്ഞു ബഫർ ആയിട്ട് ആക്ട് ചെയ്യും. അത് ഇംപീഡൻസ് മാച്ചിങ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുക. which follows the input output follows the input ആണ്. ഗെയിൻ എന്ന് പറയുന്നത് approximately equal to 1 ആണ്. ഐഡിയൽ ആണെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് equal to 1 ആയിരിക്കും. അപ്പോൾ പൊതുവെ മാച്ച് ഇംപീഡൻസ് മാച്ചിങ്ങിനാണ് എന്ത് യൂസ് ചെയ്യുക ഈ പറയുന്ന വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ വരിക? Voltage followers have unity gain ഉണ്ട് and are mainly used as buffers to match high impedance source to low impedance. അപ്പോൾ high impedance ആയിട്ടുള്ള സോഴ്സിനെ low impedance ആയിട്ട് മാച്ച് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മാച്ച് ഇംപീഡൻസ്. In an ideal op-amp, the input impedance is ഒരു ഐഡിയൽ op-ampന് ഇൻപുട്ട് ഇംപീഡൻസ് എങ്ങനെയായിരിക്കും വരിക? 0, ഇൻഫിനിറ്റ്, ഈക്വൽ ടു ഔട്ട്പുട്ട് ഇംപീഡൻസ്, ഈക്വൽ ടു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്. ഒരു ഐഡിയൽ op-amp എടുക്കുന്ന സമയത്ത് പൊതുവെ അവിടെ ഇൻപുട്ട് ഇംപീഡൻസ് എന്ന് പറയുന്നത് ഐഡിയൽ op-ampൽ ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപീഡൻസ് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ബി ആണ് വരിക. അപ്പോൾ ഐഡിയൽ op-amp has infinite input impedance, so they draw no current from the input source. അതാണ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവിടെ ഒരു കറണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇൻപുട്ട് സോഴ്സിൽ ഡ്രോ ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഐഡിയൽ op-ampൽ ഇൻപുട്ട് ഇംപെഡൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? സോ ദേ ഡ്രോ നോ കറണ്ട് ഫ്രം ദ ഇൻപുട്ട് സോഴ്സ്. ഒരു കറണ്ട് അവിടെ വേസ്റ്റ് ആയി പോകില്ല. In an op-amp integrated circuit, 100 kilo ohm, C is equal to 1 microfarad and input is a 2 volt DC. What is the output voltage after 0.25 second? Okay, നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾക്ക് op-amp integrated circuit ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ op-amp integrated circuit നമുക്ക് ഇങ്ങനെയാണ് വരിക. ആഫ്റ്റർ ഇന്ന ടൈമിനാണ് അത് പ്രത്യേകിച്ച് എടുത്താൽ വി ഔട്ട് ഈസ് ഈക്വൽ ടു -1/RC ഇൻറ്റു വി ഇൻ ഇൻറ്റു ടി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിൽ -1/RC എന്ന് പറയുന്നത് ആറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 100 കിലോ ഓം, സി എന്ന് പറയുന്നത് 1 മൈക്രോഫാരഡ് തന്നിട്ടുണ്ട്, പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 വോൾട്ട് തന്നിട്ടുണ്ട്. ഇന്ന ടൈമിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.25 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ -5 വോൾട്ട് നമുക്ക് കിട്ടും. അതാണ് op-amp ഇന്റഗ്രേറ്ററിൽ വരും. നമ്മൾ നോർമലി അനലോഗ് സിഗ്നൽ ആണല്ലോ വരിക. ഈ പറയുന്ന സൈൻ വേവ് ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾക്ക് ഇന്റഗ്രേറ്റർ വി ഔട്ട് ഇസ് ഈക്വൽ ടു -1/RC ഇൻറ്റു ഇന്റഗ്രൽ വി ഇൻ ഇൻറ്റു ഡി ടി എന്നുള്ള ഇക്വേഷനിൽ വരും. ഇതാണ് നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഡി സി ആണ് നമ്മുടെ ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഡി സി ആയതുകൊണ്ടാണ് വി ഔട്ട് എന്ന് പറയുന്നത് ഇന്റഗ്രൽ വി ഇൻ ഇൻറ്റു ഡിക്ക് പകരം -1/RC ഇൻറ്റു വി ഇൻ ഇൻറ്റു ടി ആയിട്ട് മാറിയത്. കാരണം ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഡി സി ഒറ്റ ലൈനല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് രണ്ടൊന്ന് നോട്ട് ചെയ്യുക. എ സി സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ വി ഔട്ട് ഈസ് ഈക്വൽ ടു
1/RC into integral Vin into dt വരും. ഇനി അഥവാ DC സിഗ്നൽ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ V out is equal to minus 1/RC into Vin into t ആയിരിക്കും വരിക. അടുത്തത് the purpose of negative feedback in an op amp is to ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു op amp ൽ ഉണ്ടെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്? ഡിക്രീസ് ബാൻഡ്വിഡ്ത്ത്, ഇൻക്രീസ് ഡിസ്റ്റോർഷൻ, കൺട്രോൾ ഗെയിൻ ആൻഡ് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി, റെഡ്യൂസ് ഇൻപുട്ട് ഇംപെഡൻസ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തിനാ? നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ മറ്റേ അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തിനാ യൂസ് ചെയ്യുക? നെഗറ്റീവ് ഫീഡ്ബാക്ക് സ്റ്റെബിലൈസസ് ദ ഗെയിൻ, അതുപോലെ തന്നെ റെഡ്യൂസസ് നോൺ ലീനിയാരിറ്റി റെഡ്യൂസ് ചെയ്യും, ബാൻഡ്വിഡ്ത്ത് ഇംപ്രൂവ് ചെയ്യും, ഓക്കെ, ലീനിയാരിറ്റി ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ കൺട്രോൾ ഗെയിൻ ആൻഡ് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു കൺട്രോൾ ഗെയിൻ ആൻഡ് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി ആണ് ഈ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഓക്കെ, മെയിനായിട്ട് ഒന്നും കുറയ്ക്കാതെ പരമാവധി എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. താങ്ക് യു.